Hi students, welcome to today's chemistry class, the S block elements, part 4, last part another, S block elements. നമ്മൾ എസ് ബ്ലോക്ക് എലിമെന്റ്സിനെ ഇത് രണ്ട് ഗ്രൂപ്പ് ഉണ്ടെന്ന് പഠിച്ചല്ലേ, ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും. ഫസ്റ്റ് ഗ്രൂപ്പിനെ ആൽക്കലി മെറ്റൽസ് എന്നും പറയുന്നു, സെക്കൻഡ് ഗ്രൂപ്പിനെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നും പറയുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് പഠിക്കാം. The alkaline earth metals are less reactive than the alkali metals. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ് നമ്മളിപ്പം മനസ്സിലാക്കുന്നത്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസിനെ അപേക്ഷിച്ച് കുറവാണ്. The reactivity of these elements increases on going down the group. റിയാക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എപ്പോഴാണ്? മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ഗ്രൂപ്പിൽ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആദ്യം നമുക്ക് റെഡ്യൂസിങ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. റെഡ്യൂസിങ് പ്രോപ്പർട്ടി, ഇവിടെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആർ ഗുഡ് റെഡ്യൂസിങ് ഏജൻസ്. എന്താണ് റെഡ്യൂസിങ് ഏജൻസ് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോണെ കൊടുക്കുന്ന ആൾക്കാരെയാണ് റെഡ്യൂസിങ് ഏജൻസ് എന്ന് പറയുന്നത്. അന്നേരം ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻസ് ആണ്. നമുക്ക് അതിൻ്റെ റീസൺ അറിയാം. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനകത്ത് ലാസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് നമുക്ക് ജനറലായിട്ട് NS2 എന്ന് എഴുതാം. ആ രണ്ട് ഇലക്ട്രോണിനെ കൊടുത്തു കഴിയുവാണെങ്കിൽ അതിന് എന്ത് കിട്ടുന്നു? അതിന് അകത്തെ ഷെല്ലിനകത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒക്റ്ററ്റ് കിട്ടുന്നു. ഇത് സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥയാണ്. സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥയ്ക്ക് വേണ്ടി അതിന് ഇലക്ട്രോണെ കൊടുക്കണം. അതുകൊണ്ടാണ് ഇത് സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ആൽക്കലി മെറ്റൽസും സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻസ് ആണ്. റെഡ്യൂസിങ് പ്രോപ്പർട്ടി, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഹാവ് 2 ഇലക്ട്രോൺസ് ഇൻ their valence shell. Due to large size, they are comparatively easily oxidized to M2 plus ions. അതായത് കാൽസ്യം ആണെങ്കിൽ കാൽസ്യം 2 പ്ലസ്, മഗ്നീഷ്യം ആണെങ്കിൽ മഗ്നീഷ്യം 2 പ്ലസ്. They are therefore strong reducing agent. Alkaline earth metals are strong reducing agent. This is indicated by large negative value of their reduction potential. ഇവിടെ ഇതെങ്ങനെ സൂചിപ്പിക്കുന്നത്? അത് അതിൻ്റെ ലാർജ് നെഗറ്റീവ് വാല്യൂ ഓഫ് ദെയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. However, their reducing power is less than those of their corresponding alkali metals. ഇനി കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ആരുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത്? ആൽക്കലി മെറ്റലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റെഡ്യൂസിങ് ഇതിൻ്റെ പ്രോപ്പർട്ടി കുറവാണ്. Beryllium has less negative value compared to other alkaline earth metals. However, its reducing nature is due to large hydration energy associated with the small size of beryllium 2+. ഇവിടെ നമുക്ക് ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കണം. ബെർലിയത്തിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ലെസ് നെഗറ്റീവ് വാല്യൂ ആണ്, പക്ഷേ അതിൻ്റെ നല്ല റെഡ്യൂസിങ് നേച്ചർ ഉള്ളതാണ് ബെർലിയം. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ലാർജ് ഹൈഡ്രേഷൻ എനർജി അസോസിയേറ്റഡ് വിത്ത് സ്മോൾ സൈസ് ഓഫ് ബെർലിയം 2+. ഹൈഡ്രേഷൻ എനർജി ലാർജ് ആണ് ബെർലിയം 2+ൻ്റെ. ആൻഡ് റിലേറ്റീവ്ലി ലാർജ് വാല്യൂസ് ഓഫ് ദ ആറ്റമൈസേഷൻ എൻതാൽപ്പി ഓഫ് ദ മെറ്റൽ. നമ്മൾ റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഓഫ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. Beryllium has less negative value of reduction potential compared to other alkaline metals. Other alkaline metals ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെർലിയത്തിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ലെസ് നെഗറ്റീവ് വാല്യൂ ആണ്. ഇനി സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻസ്. സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ് എന്ന് പറഞ്ഞാൽ തന്നെ ഗുഡ് ഇലക്ട്രോൺ ഡോണർ ആണ്. ഗുഡ് ഇലക്ട്രോൺ ഡോണർ, ലാർജ് നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. Therefore, they are large negative reduction potential. Reduction potential depends on enthalpy of atomization and ionization energy. ഈ ആൽക്കലൈൻ എർത്ത് മെറ്റലിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ ആൻഡ് അയനൈസേഷൻ എനർജിയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻ്റ് ആണ്, ഇലക്ട്രോൺസിനെ കൊടുക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ റിയാക്ഷൻസ് ഒന്ന് നോക്കുവാണെങ്കിൽ, നമ്മൾ അമോണിയ സൊല്യൂഷനുമായിട്ട് ആൽക്കലി മെറ്റൽസ് റിയാക്ട് ചെയ്ത് പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും അമോണിയ സൊല്യൂഷനുമായിട്ട് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് റിയാക്ട് ചെയ്യുമ്പോൾ കാറ്റയോണും ആനിയോണും കിട്ടുന്നു. ഈ അമോണിയേറ്റഡ് ഇലക്ട്രോൺ ആണ് ഈ സൊല്യൂഷന് ഒരു നല്ല നീല കളർ കൊടുക്കും, നീല കളർ. എന്നാൽ ഇവിടെ ലിക്വിഡ് അമോണിയയുമായിട്ട് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ഒരു ബ്ലൂ സൊല്യൂഷൻ കിട്ടുന്നു. ആ ബ്ലൂ സൊല്യൂഷന് കാരണം അമോണിയേറ്റഡ് ഇലക്ട്രോൺ, അതായത് ഈ കോംപ്ലക്സ് കാരണമാണ് ഇവിടെ നെഗറ്റീവ് ചാർജ് കിട്ടുന്നത്. അന്നേരം ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഏതെങ്കിലും കാൽസ്യം, മഗ്നീഷ്യം, അങ്ങനെ പല ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഉണ്ടല്ലേ, അതിന് നമ്മൾ ക്യാപിറ്റൽ M കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാണ്.
plus ammonia solution x plus y gives cation 2 plus M2 plus ammoniated. അതുപോലെ തന്നെ അമോണിയേറ്റഡ് ഇലക്ട്രോൺ, അതായത് മെറ്റൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽ കാറ്റോണായി മാറുന്നു M2 പ്ലസ്. ഇപ്പം മഗ്നീഷ്യം ആണെങ്കിൽ മഗ്നീഷ്യം 2+ ആയി മാറുന്നു. പിന്നെ 2+ന്റെ 2 ഇലക്ട്രോണെ പുറപ്പെടുക. ആ 2 ഇലക്ട്രോൺ ആരുമായിട്ട് അമോണിയയുമായിട്ട് കമ്പൈൻ ചെയ്ത് -ആയി മാറുന്നു, ആനിയോണായി മാറുന്നു. ഒരു ആനിയോണും കാറ്റയോണും ഉണ്ടാകുന്നു. ഈ ആനിയോണിക് പാർട്ടാണ് ഇവിടെ നീല കളറിന് കാരണം. ലൈക്ക് alkali metals, the alkaline earth metal dissolve in liquid ammonia to give deep blue black solution forming ammoniated ions. ഇനി ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ യൂസസ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്? ബെർലിയം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, കാൽസ്യം, സ്ട്രോൺഷ്യം, അല്ലേ, ബേരിയം, റേഡിയം. ബെർലിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് അലോയ്സ്, ലോഹസങ്കരങ്ങൾ ഉണ്ടാക്കാൻ ബെർലിയം ഉപയോഗിക്കുന്നു. which is used in preparation of high springs. Metallic beryllium is used for making windows, X-ray tubes. അതുപോലെ magnesium is used in flash powders and bulbs. അതുപോലെ തന്നെ magnesium hydroxide in water is used and antacid in medicine. നമ്മൾ കഴിക്കുന്ന മരുന്ന് മഗ്നീഷ്യത്തിന്റെ ഹൈഡ്രോക്സൈഡ് ആണ്. അതെന്താണ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ? ബേസാ, അല്ലേ? ആ ബേസ് ആർക്കെതിരെയാണ്? ആസിഡിനെതിരെ ഉപയോഗിക്കുക. അതായത് നമുക്ക് ഗ്യാസിന്റെ അല്ലെങ്കിൽ അസിഡിറ്റി ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമ്മൾ മരുന്നായിട്ട് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നു. ഓക്കെ, അന്നേരം അതൊക്കെ മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നൊക്കെ ഓർത്തിരിക്കുക. മഗ്നീഷ്യം കാർബണേറ്റ് ഈസ് ആൻ ഇൻഗ്രീഡിയൻറ്റ് ഇൻ ടൂത്ത് പേസ്റ്റ്. നമ്മൾ തേക്കുന്ന പല്ല് തേക്കുന്ന ടൂത്ത് പേസ്റ്റിനകത്ത് ഒരു നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് മഗ്നീഷ്യം കാർബണേറ്റ്. അതുപോലെ കാൽസ്യം ഈസ് യൂസ്ഡ് ഇൻ ദ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഓക്സൈഡ് വിച്ച് ആർ ഡിഫിക്കൽട്ട് ടു റെഡ്യൂസ് ദ കാർബൺ. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് വേണ്ടി ഉപയോഗിക്കുന്നു. കാൽസ്യം ആൻഡ് ബേരിയം ആർ യൂസ് ടു റിമൂവ് എയർ ഫ്രം വാക്യൂം ട്യൂബ്സ്. അതുപോലെ ലാസ്റ്റ് എലമെന്റ് ആയ റേഡിയം സോൾട്സ് ആർ യൂസ്ഡ് ഇൻ റേഡിയോ തെറാപ്പി. നമുക്കറിയാം ക്യാൻസറിന്റെ ഒക്കെ ട്രീറ്റ്മെന്റ് റേഡിയം ഉപയോഗിക്കുന്നു ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ. ഓർക്കുക, റേഡിയം സോൾട്ട് ആർ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള റേഡിയം സോൾട്സ് ആർ യൂസ്ഡ് ഇൻ റേഡിയോ തെറാപ്പി ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ. ഇതൊക്കെയാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ സാധാരണ രീതിയിലുള്ള ഉപയോഗങ്ങൾ. നമുക്കിതിന്റെ റിയാക്ഷൻസ് ഒന്ന് നോക്കിയാലോ. നമ്മുടെ ആൽക്കലി എർത്ത് മെറ്റൽസ് ഓക്സിജനുമായിട്ട് കൂടി ചേർന്ന് ഓക്സൈഡുകൾ ഉണ്ടാകുന്നു. ദ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് റിയാക്ട് റെഡിലി ഓൺ ഹീറ്റിംഗ് വിത്ത് O2 ടു ഫോം ഓക്സൈഡ് MO. ആ ഓക്സൈഡ് ഫോർമുല MO എന്നുള്ള ഫോർമുല ആണ്. അതുപോലെ പെറോക്സൈഡ്, ഇത് നോർമൽ ഓക്സൈഡ് ആണ്. പെറോക്സൈഡ് ഉണ്ടാകുന്നു. പെറോക്സൈഡ് ഓഫ് ഹെവിയർ മെറ്റൽസ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഓൺ ഹീറ്റിംഗ് ദ നോർമൽ ഓക്സൈഡ് വിത്ത് O2 അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഇവിടെ നമുക്ക് BaO plus O2 gives BaO2. നമുക്കിവിടെ ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ ഓക്സൈഡിനകത്ത് ബെർലിയം ഓക്സൈഡ് ഏറ്റവും ആദ്യത്തെ എലമെന്റ് മെറ്റലാണ് ബെർലിയം. ഈ ബെർലിയം ഓക്സൈഡ് എന്ന് പറയുന്നത് അതൊരു ആംഫോട്ടറിക് നേച്ചർ കാണിക്കുന്നു. അതായത് എന്താണ് ആംഫോട്ടറിക്? ആസിഡിന്റെയും ബേസിന്റെയും ക്യാരക്ടർ കാണിക്കുന്നു, അല്ലേ? Except beryllium oxide, all other oxides of alkaline earth metals are extremely stable ionic solids ആണ്. കാൽസ്യം, മഗ്നീഷ്യം അതൊക്കെ എന്താണ്? അയോണിക് സോളിഡ്സ് ആയിട്ടാണ് വരുന്നത്. എന്നാൽ ബെർലിയം ഓക്സൈഡ് അതിന് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. നമുക്കറിയാം എപ്പോഴും അനോമലസ് പ്രോപ്പർട്ടി ഉണ്ട്, അല്ലേ? ഈ ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ ആളാണ് ബെർലിയം. ബെർലിയം മറ്റുള്ള എലിമെന്റ്സുമായിട്ട് വ്യത്യാസത കാണിക്കുന്നു. റിയാക്ടിവിറ്റി ടുവേഴ്സ് എയർ ആൻഡ് വാട്ടർ. ബെർലിയം ആൻഡ് മഗ്നീഷ്യം ആർ കൈനറ്റിക്കലി ഇനേർട്ട് ടു ഓക്സിജൻ and water because of the formation of an oxide film on their surface. However, powdered beryllium burns brilliantly on ignition in air to give beryllium oxide and Be3N2. ഇവിടെ ബെർലിയത്തിന്റെ മുകളിലായിട്ട് ഒരു ഓക്സൈഡ് ഫിലിം ഉണ്ടാകുന്നു. ആ ഫിലിം ഉണ്ടാകുന്നതുകൊണ്ട് സർഫസിൽ ഉണ്ടാകുന്നതുകൊണ്ട് കൂടുതലായിട്ടുള്ള റിയാക്ഷൻ അവിടെ നടക്കുന്നില്ല. Magnesium is more electropositive and burns with dazzling brilliance in air to give magnesium oxide and Mg3N2. Calcium, strontium and barium are readily attacked by air to form the oxide and nitride. Calcium, strontium, barium ഇവർ പെട്ടെന്ന് തന്നെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. They also react with water with increasing vigor even in cold to form hydroxide. കാൽസ്യം ഹൈഡ്രോക്സൈഡ് അങ്ങനെയുള്ള ആൽക്കലി വെള്ളവുമായിട്ട് കൂടി ചേർന്നത് ആൽക്കലി അല്ലെങ്കിൽ ബേസ് ഉണ്ടാകുന്നു. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ബെർലിയം ആൻഡ് മഗ്നീഷ്യം ആർ കൈനറ്റിക്കലി ഇനേർട്ട് ടു ഓക്സിജൻ ആൻഡ് വാട്ടർ ബിക്കോസ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് ആൻ ഓക്സൈഡ് ഫിലിം ഓൺ ദെയർ സർഫസ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇവയുടെ ഓക്സൈഡിനെ ഒന്ന് പരിശോധിച്ചാൽ കാൽസ്യം ഓക്സൈഡ്, സ്ട്രോൺഷ്യം ഓക്സൈഡ്, ബേരിയം ഓക്സൈഡ് നമ്മുടെ മെറ്റൽസ് ആണ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഏതൊക്കെയാണ്? ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം. ഇതിനകത്ത് ബെർലിയം ഓക്സൈഡ് ആംഫോട്ടറിക് നേച്ചറാണ്. ആംഫോട്ടറിക് എന്ന് പറഞ്ഞാൽ ആസിഡിന്റെയും ബേസിന്റെയും ക്യാരക്ടർ കാണിക്കുന്നില്ലേ?
അതുപോലെ മഗ്നീഷ്യം ഓക്സൈഡ് വീക്ക്ലി ബേസിക് ആണ്, ദുർബലനാണ്. എന്നാൽ സ്ട്രോങ് ബേസ് ആണ് കാൽസ്യം ഓക്സൈഡ്, സ്ട്രോൺഷ്യം ഓക്സൈഡ്, ബേരിയം ഓക്സൈഡ്. ഈ ആംഫോട്ടറിക് കോമ്പൗണ്ട്സ് റിയാക്ട് വിത്ത് ബോത്ത് ആസിഡ് ആൻഡ് ബേസ്. അതുപോലെ ആംഫോട്ടറിക് മെറ്റൽസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ബെർലിയം ഉണ്ട്, അതുപോലെ തന്നെ 13ാം ഗ്രൂപ്പിൽ അലൂമിനിയം ഉണ്ട്, സിങ്ക്, ലെഡ്, ടിന്ന്. ആംഫോട്ടറിക് ഹൈഡ്രോക്സൈഡ് ആണ് ബെർലിയം ഹൈഡ്രോക്സൈഡ്. അതുപോലെ തന്നെ അടുത്തുള്ളതാണ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. നമുക്കറിയാം ബെർലിയം അലൂമിനിയം തമ്മിലൊരു റിലേഷൻ ഉണ്ട്, അതാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ഓർത്തിരിക്കുക, ബെർലിയം അലൂമിനിയം തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അല്ല ആംഫോട്ടറിക് ഹൈഡ്രോക്സൈഡ് ആണ്. അതുപോലെ ആംഫോട്ടറിക് മെറ്റലുമാണ് ബെർലിയവും അലൂമിനിയം. ആംഫോട്ടറിക് ഓക്സൈഡ് ആണ് ബെർലിയം ഓക്സൈഡ്, Al2O3. ഇതെല്ലാം ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്ന എക്സാമ്പിളാണ് ബെർലിയവും അലൂമിനിയം തമ്മിൽ. പിന്നെ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ആംഫോട്ടറിക് നേച്ചർ. ബെർലിയം ഓക്സൈഡ് ആംഫോട്ടറിക് ആണ്, അതായത് ആംഫോട്ടറിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ റിയാക്ട് വിത്ത് ബോത്ത് ആസിഡ് ആൻഡ് ബേസ്. ഓക്കെ, ബാക്കി എല്ലാവരും എന്താണ്, ബേസിക് ആണ്, ബേസ് ആയിട്ടുള്ളതാണ്. The solubility, thermal stability and the basic character of this hydroxide increases with the increasing atomic number from magnesium hydroxide to barium hydroxide. ഇപ്പം നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഓക്സിജനുമായിട്ട് കൂടി ചേർന്ന് ഓക്സൈഡ് ഉണ്ടായി. മെറ്റൽ ഓക്സൈഡ് പ്ലസ് അതിന് നമ്മൾ വെള്ളത്തിലോട്ട് പിടിച്ചിടുകയാണെങ്കിൽ എന്തുണ്ടാവും, അതിൻ്റെ കറസ്പോണ്ടിങ് ഹൈഡ്രോക്സൈഡ് ഉണ്ടാകും, മോയിസ്ചറൈസ്. ഇപ്പം കാൽസ്യം ആണെങ്കിൽ കാൽസ്യം മോയിസ്ചറൈസ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയും. ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ബേസ് ആണ്, ബേസ് അല്ലേ. The solubility, thermal stability and the basic character of this hydroxide increases with increasing atomic number from magnesium hydroxide to barium hydroxide. കാരണം ബെർലിയം ഏറ്റവും മുകളിലത്തെ ബെർലിയത്തെ നമ്മൾ ആംഫോട്ടറിക് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞു. The alkaline earth metal hydroxide are however less basic and less stable than alkali metal hydroxide. എപ്പോഴും ഇവിടെ ഒരു കമ്പാരിസൺ ഉണ്ട്. ആരുമായിട്ട് കമ്പാരിസൺ നടത്തുന്നത്, ആൽക്കലി മെറ്റൽസുമായിട്ട്. ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ ഹൈഡ്രോക്സൈഡിനെ ഒന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ ദ ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആർ ലെസ് ബേസിക് ആൻഡ് ലെസ് സ്റ്റേബിൾ ദാൻ ആൽക്കലി മെറ്റൽ ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ലെസ് ബേസിക്കും ലെസ് സ്റ്റേബിളുമാണ്. കമ്പാരിസൺ ആരുമായിട്ടാന്ന് പറയണം, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആയ ആൽക്കലി മെറ്റൽസുമായിട്ട്. Beryllium hydroxide is amphoteric in nature as it react with acid and alkali both. നമുക്കറിയാം ബെർലിയം ഹൈഡ്രോക്സൈഡ് ആംഫോട്ടറിക് ആകുമ്പോൾ അത് ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്ത് ബെർലൈറ്റ് അയൺ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ബെർലിയം ഹൈഡ്രോക്സൈഡ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് BeOH4Cl2. അതായത് ഓന്തിൻ്റെ ഇതുപോലെയാണ്, ഓന്ത് എൻവയോൺമെന്റ് അനുസരിച്ച് നിറം മാറുന്നു പറഞ്ഞ പോലെ ബെർലിയം ഹൈഡ്രോക്സൈഡ് ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ബെർലിയം ഹൈഡ്രോക്സൈഡ് ആസിഡുമായിട്ടും റിയാക്ട് ചെയ്യുന്നു. ആസിഡിന്റെയും ബേസിന്റെയും ക്യാരക്ടർ കാണിക്കുന്നതുകൊണ്ടാണ് അതിനെ ആംഫോട്ടറിക് നേച്ചർ എന്ന് പറയുന്നത്. ഇതിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Why does the solubility of alkaline earth metal hydroxide in water increases down the group? എന്തുകൊണ്ടാണ് സോലുബിലിറ്റി കൂടുന്നത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, അങ്ങനെ പോവാ അല്ലേ. ഏതൊക്കെയാണ് അതിന്റെ ഓർഡർ? ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം അല്ലേ, അങ്ങനെ പോവാ. റേഡിയം. Among alkaline earth metal hydroxide, the anion being common the cationic radius will influence the lattice enthalpy. ഹൈഡ്രോക്സൈഡ് OH മൈനസ്, അതുപോലെ തന്നെ ഇപ്പം കാൽസ്യം ആണെങ്കിൽ കാൽസ്യം എന്ന് പറയുന്നത് കാറ്റിയോൺ, കാൽസ്യം 2+, OH മൈനസ്, അന്നേരം കാൽസ്യം OH2 എന്ന്. പിന്നെ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അതിനകത്ത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹൈഡ്രോക്സൈഡ് ആണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ. അതിനകത്ത് കാൽസ്യം ആണ് കാറ്റിയോൺ, OH ആണ് anion. Among alkaline earth metal hydroxide, the anion being common the cationic radius will influence the lattice enthalpy, since lattice enthalpy decreases much more than the hydration enthalpy. Lattice enthalpy, hydration enthalpy with increasing ionic size. The solubility increases as we go down the group. അതായത് നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. Solubility increases as we go down the group. കാരണം അതിന്റെ ആനിയോണും കാറ്റിയോണിന്റെ റേഡിയസ് റേഷ്യോ ആണ്. ഇവിടെ നമുക്കിവിടെ കാണാം. അടുത്തത് ഇപ്പം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ബേസ് ഉണ്ടായി അല്ലേ, ഹൈഡ്രോക്സൈഡ് ഉണ്ടായി. ഇനി എന്താണ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്താൽ? ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അത് മെറ്റൽ ഹൈഡ്രൈഡ് ഉണ്ടാകും. മെറ്റൽ ഹൈഡ്രൈഡ് ഫോർ എക്സാമ്പിൾ CaH2, അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്കിവിടെ പറയാൻ പറ്റും. അത് സലൈൻ ഹൈഡ്രൈഡ് അല്ലെങ്കിൽ അയോണിക് സോൾട്ട് ടൈപ്പ് ഹൈഡ്രൈഡ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ, കാൽസ്യം, സ്ട്രോൺഷ്യം ആൻഡ് ബേരിയം റിയാക്ട് വിത്ത് H2 when heated to produce crystalline metal hydrates. These hydrates readily react with water to give hydrogen. ഇപ്പം ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആയുള്ള എം എന്ന് പറഞ്ഞാൽ കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം ഏത് വേണേലും ആകാം. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്
ഹൈഡ്രജനുമായിട്ട് MH2 എന്നുള്ള ഫോർമുലയാണ് ഉണ്ടാകുന്നത്. പ്ലസ് H2O ഗീവ്സ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു. ഓക്കെ, അതായത് ബേസിക് സൊല്യൂഷൻ ഉണ്ടാകുന്നു. ഹൈഡ്രൈഡ് റിയാക്ട് വിത്ത് വാട്ടർ ടു ഗീവ് എ കറസ്പോണ്ടിങ് ബേസ്. ഇലമെന്റ് എക്സെപ്റ്റ് ബെർലിയം കമ്പൈൻ വിത്ത് ഹൈഡ്രജൻ. ബെർലിയം കമ്പൈൻ ചെയ്യുന്നില്ല, ബാക്കി എല്ലാവരും ഹൈഡ്രൈഡ് ഉണ്ടാകുന്നു. BH2 however can be prepared by the reaction of BeCl2 with lithium aluminum hydride. നമുക്ക് ബെർലിയം ഹൈഡ്രൈഡ് ഉണ്ടാക്കണമെങ്കിൽ ഇത് ഒറ്റ വഴിയുണ്ട്. BeCl2 പ്ലസ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഗീവ്സ് BH2 പ്ലസ് LiCl പ്ലസ് AlCl3. ഇനി ഇവരൊക്കെ എങ്ങനെയാണ്? ഡയറക്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം ഹൈഡ്രജനുമായിട്ട്. എന്നാൽ ബെർലിയം ഹൈഡ്രൈഡ് നിർമ്മിക്കണമെങ്കിൽ BeCl2 വിത്ത് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ മതി. Except for beryllium halide, all other halides of alkaline earth metals are ionic in nature. Beryllium halides അതുപോലെ തന്നെ കാൽസ്യം ഹാലൈഡ്, മഗ്നീഷ്യം ഹാലൈഡ് അവരെല്ലാവരും അതായത് നമുക്കിവിടെ കാണാം. ബെർലിയം ഹാലൈഡ്, അതുപോലെ മഗ്നീഷ്യം ഹാലൈഡ്, കാൽസ്യം ഹാലൈഡ്, സ്ട്രോൺഷ്യം ഹാലൈഡ്, ബേരിയം ഹാലൈഡ്. ഈ മഗ്നീഷ്യം ഹാലൈഡ്, കാൽസ്യം ഹാലൈഡ് എല്ലാം അയോണിക് ആണ്. എന്നാൽ ബെർലിയം ഹാലൈഡ് കാണിക്കുന്നത് കോവാലന്റ് നേച്ചറാണ്. കോവാലന്റ് നേച്ചർ. Except for beryllium halide, all other halides of alkaline earth metals are ionic in nature. എന്താണ് ഹാലൈഡ്? 17ാം ഗ്രൂപ്പിൽ എലിമെന്റ്സ് ആയിരിക്കും ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അല്ലേ? അങ്ങനെയുള്ള എലിമെന്റ്സുമായിട്ട് കമ്പൈൻ ചെയ്ത് ഹാലൈഡ് ആകുന്നു. ഹാലൈഡ് ആകുമ്പോൾ ബെർലിയം എപ്പോഴും കോവാലന്റ് ക്യാരക്ടർ കാണിക്കുന്നു, ബാക്കി എല്ലാവരും എന്താണ് കാണിക്കുന്നത്? അയോണിക് ക്യാരക്ടറാണ് കാണിക്കുന്നത്. ബെർലിയം ക്ലോറൈഡ് ഹാസ് എ ചെയിൻ സ്ട്രക്ചർ ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. ഇതാണ് ബെർലിയം ക്ലോറൈഡിന്റെ ഒരു ചെയിൻ സ്ട്രക്ചറാണ്. BeCl2 എന്നുള്ള ആ ഇത് പോകുന്നത് ഒരു ചെയിൻ സ്ട്രക്ചറായിട്ട് അതങ്ങ് പോവുകയാണ്. ദ ടെൻഡൻസി ടു ഫോം ഹാലൈഡ് ഹൈഡ്രൈഡ്സ് ഗ്രാജുവലി ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. അതായത് MgCl2 8H2O, അത് കഴിഞ്ഞ് CaCl2 6H2O ഉള്ളൂ. അങ്ങനെ അങ്ങോട്ട് ഗ്രാജുവലി ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ദ കറസ്പോണ്ടിങ് ഹൈഡ്രേറ്റഡ് ഹാലൈഡ്സ് ഓഫ് ബെർലിയം ആൻഡ് മഗ്നീഷ്യം ഹീറ്റിംഗ് സഫർ ഹൈഡ്രോളിസിസ്. ദ ഫ്ലൂറൈഡ്സ് ആർ റിലേറ്റീവ്ലി ലെസ് സോലുബിൾ ദാൻ ദ ക്ലോറൈഡ്സ്. അന്നേരം ക്ലോറൈഡ്സ് ആണ് കൂടുതലായിട്ട് സോലുബിൾ ആകുന്നത്. ഇവിടെ നമ്മൾ ഹാലൈഡ്സിനെ പറ്റിയാണ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എക്സെപ്റ്റ് ഫോർ ബെർലിയം ഹാലൈഡ്, ഓൾ അതർ ഹാലൈഡ്സ് ഓഫ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആർ അയോണിക് ഇൻ നേച്ചർ. ഇത് അത്ര ഓർത്തതാണ്. ബെർലിയത്തിന്റെ മാത്രം കോവാലന്റ് നേച്ചറാണ് ഹാലൈഡ്സ്. ബെർലിയം ഹാലൈഡ്സ് ആർ എസൻഷ്യലി കോവാലന്റ് ആൻഡ് സോലുബിൾ ഇൻ ഓർഗാനിക് സോൾവെന്റ്സ്. ബെർലിയം ക്ലോറൈഡ്സ് ഹാസ് എ ചെയിൻ സ്ട്രക്ചർ ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. ഇത് ഈ സ്ട്രക്ചർ ഒന്ന് ഓർത്തിരിക്കുക. ബെർലിയം ക്ലോറൈഡ് ആണ്, അതൊരു ചെയിൻ സ്ട്രക്ചറാണ്. മനുഷ്യച്ചങ്ങല പോലെ ഇങ്ങനെ പിടിച്ച് ബെർലിയം ക്ലോറിൻ, അത് കഴിഞ്ഞ് ബെർലിയം BeCl2 വരെ, എന്നിട്ട് അങ്ങനെ അങ്ങ് പോവുകയാണ്. ഒരു മനുഷ്യച്ചങ്ങല പോലെ ചെയിൻ സ്ട്രക്ചർ, സോളിഡ് സ്റ്റേറ്റ്. ഓക്കെ, ഇനി വേപ്പർ ഫേസിനകത്ത് ബെർലിയം ക്ലോറൈഡ് ടെൻസ് ടു ഫോം എ ക്ലോറോ ബ്രിഡ്ജ് ഡൈമർ ആയിട്ടാണ് നിൽക്കുന്നത്. സോളിഡ് സ്റ്റേറ്റിനകത്ത് ചെയിൻ സ്ട്രക്ചറും വേപ്പർ ഫേസ് വാതകാവസ്ഥയിൽ ബെർലിയം ക്ലോറൈഡ് ടെൻ ടു ഫോം എ ക്ലോറോ ബ്രിഡ്ജ് ഡൈമർ. നോക്കിക്കേ, BeCl2 ഇത് ഡൈമർ ആയിട്ട് 2 യൂണിറ്റ് ഒരുമിച്ച് ചേരുന്നതിനാണ് ഡൈമർ എന്ന് പറയുന്നത്. which dissociate into the linear monomer at high temperature of the order of 1200 Kelvin. ഇതിനകത്തൂടെ 1200 കെൽവിൻ കൊടുക്കുകയാണെങ്കിൽ അത് മോണോമറായി മാറുന്നു. BeCl2. The tendency to form halide hydride gradually decreases down the group. The dehydration of hydrated chloride, bromide, iodide of calcium, strontium and barium can be achieved on heating. Dehydration നടക്കണമെങ്കിൽ അതിനെ ഹീറ്റ് ചെയ്ത് കൊടുത്താൽ അതിനകത്തു നിന്നുള്ള H2O എല്ലാം അങ്ങ് മാറിപ്പോകും. ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഹാലൈഡ്സ് ഉണ്ടാകുന്നു. ഹാലൈഡ്സിന്റെ ഷേപ്പ് MX2. ഇതാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ. M പ്ലസ് X2 ഗീവ്സ് MX2. X എന്ന് പറഞ്ഞാൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. തെർമൽ ഡീകമ്പോസിഷൻ ഇസ് ദ ബെസ്റ്റ് റൂട്ട് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് BF2 ആൻഡ് BeCl2. ബെർലിയം ഓക്സൈഡിനെ കാർബണും ക്ലോറിനും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ബെർലിയം ഡൈക്ലോറൈഡ് ഒക്കെ ഉണ്ടാകുന്നു. BeCl2. ഇനി അടുത്ത സോൾട്ട് ഓഫ് ഓക്സോ ആസിഡ്. സൾഫ്യൂരിക് ആസിഡ്, കാർബോണിക് ആസിഡ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ആസിഡുകളുണ്ട് അല്ലേ? ഈ ആസിഡുകൾ നമ്മുടെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് സോൾട്ട് ഉണ്ടാകും. സോൾട്ട് ഓഫ് ഓക്സോ ആസിഡ്. അങ്ങനെയാണെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് കാൽസ്യവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാൽസ്യം സൾഫേറ്റ് എന്ന് പറയുന്ന സോൾട്ട് ഉണ്ടാകും. കാൽസ്യം സൾഫേറ്റ് ഇസ് എ സോൾട്ട് ഓഫ് H2SO4. നമുക്കൊന്ന് പരിശോധിക്കാം. ഗ്രൂപ്പ് 2 കാർബണേറ്റ്. തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് നൈട്രേറ്റ് ആൻഡ് കാർബണേറ്റ് ആണ്. ഗ്രൂപ്പ് 2 കാർബണേറ്റ് സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ്. ബെർലിയം തൊട്ട് ബെർലിയം മഗ്നീഷ്യം. ബെർലിയത്തെക്കാളും മഗ്നീഷ്യത്തിനാണ്, മഗ്നീഷ്യത്തെക്കാളും കാൽസ്യത്തിൻ്റെ കാർബണേറ്റിനാണ് സ്റ്റെബിലിറ്റി.
എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമുക്കൊന്ന് നോക്കാം. ബെർലിയം കാർബണേറ്റ് ഡീകമ്പോസിഷൻ 159 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ബെർലിയം കാർബണേറ്റ് ഹീറ്റ് കൊടുക്കുമ്പോൾ അത് അതിൻ്റെ കറസ്പോണ്ടിങ് ഇത് ആകുന്നത്, അതിൻ്റെ കമ്പോണൻസ് ആയി മാറണം. ഡീകമ്പോസ് ചെയ്യണമെങ്കിൽ 159 ഡിഗ്രി വേണം. മഗ്നീഷ്യം കാർബണേറ്റ് 350 കൊടുത്താലേ അത് ഡീകമ്പോസ് ചെയ്യത്തുള്ളൂ. എന്നാൽ കാൽസ്യം കാർബണേറ്റ് 832 ഡിഗ്രി. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഡീകമ്പോസിഷൻ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് തെർമൽ സ്റ്റെബിലിറ്റി കൂടുന്നു. ഓക്കെ, അതിനെ പിരിക്കാൻ ആവശ്യമായ ടെമ്പറേച്ചർ കൂടുവാണെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലാണെന്ന് അർത്ഥം. അതായത് ടെമ്പറേച്ചർ കൂടുതലായതിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി. എന്നാൽ ഇവിടെ നമുക്ക് ബേരിയം കാർബണേറ്റിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെയാണ് നൈട്രേറ്റിൻ്റെ നമുക്കിവിടെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ്. അതായത് തെർമൽ സ്റ്റെബിലിറ്റി, ഡീകമ്പോസ് ചെയ്യുന്നതിന് ആവശ്യമായ ടെമ്പറേച്ചർ കൂടുതലുള്ളതാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി. All nitrates of the group 2 elements are decomposed by heat to form metal oxide, nitrogen dioxide and oxygen. അതുപോലെ കാർബണേറ്റ്സ് എങ്ങനെയാണ് ഡീകമ്പോസ് ചെയ്യുന്നത്? കാർബണേറ്റ് മെറ്റൽ ഓക്സൈഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ്, മെറ്റൽ നൈട്രേറ്റ് എങ്ങനെയാണ്? മെറ്റൽ ഓക്സൈഡ് പ്ലസ് NO2 പ്ലസ് O2 ആയിട്ടാണ് ഡീകമ്പോസ് ചെയ്യുന്നത്. ഡീകമ്പോസ് ചെയ്യുന്നതിന് ആവശ്യമായ ടെമ്പറേച്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ കൂടുതലുള്ളതിനാണ് തെർമൽ സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതലുള്ളത്. Why does the solubility of alkaline earth metal carbonates and sulphates in water decreases down the group? The size of anion being much larger compared to cations, the lattice enthalpy will remain almost constant within a particular group. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നതാണ്, why does the solubility of alkaline earth metal carbonates and sulphates in water decreases down the group? Solubility decreases down the group. അതിന് കാരണം ഇതാണ്, size of anion being much larger compared to cations, the lattice enthalpy will remain almost constant within a particular group. Since the hydration enthalpy decreases down the group, solubility will decreases. അന്നേരം ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടുതലുള്ളിടത്താണ് സോളിബിലിറ്റി ഉള്ളത്. ഇവിടെ സോളിബിലിറ്റി ഹൈഡ്രേഷൻ എൻതാൽപ്പി കുറയുമ്പോൾ decreases down the group, solubility will decreases. ഇവിടെ നമുക്ക് ഈ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്, HCl റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമുക്ക് കാണാം, ബെർലിയം HCl റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ബെർലിയം ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യുന്നു. അതുപോലെ മഗ്നീഷ്യം ക്ലോറൈഡ് പ്ലസ് H2, കാൽസ്യം HCl റിയാക്ട് ചെയ്യുമ്പോൾ CaCl2 പ്ലസ് H2, സ്ട്രോൺഷ്യം HCl റിയാക്ട് ചെയ്യുമ്പോൾ സ്ട്രോൺഷ്യം ക്ലോറൈഡ് പ്ലസ് H2, ബേരിയം ക്ലോറൈഡ് പ്ലസ് H2. റിയാക്ടിവിറ്റി ടുവേഴ്സ് ആസിഡ്, ദ ആൽക്കലൈൻ എർത്ത് മെറ്റൽ റെഡിലി റിയാക്ട് വിത്ത് ആസിഡ് ലിബറേറ്റിംഗ് ഡൈഹൈഡ്രജൻ. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യുന്നു. നമുക്ക് ഈ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോമ്പൗണ്ടാണ് കാൽസ്യം. ഓക്കെ, കാൽസ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 20, ആറ്റോമിക് വെയിറ്റ് 40.078, സിമ്പിൾ Ca, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർഗൺ 4s2 ആണ് കാൽസ്യം. ഓക്കെ, കാൽസ്യം. ഇവിടെ കാൽസ്യത്തിൻ്റെ ഇപ്പം നമുക്ക് കാൽസ്യം ആൽക്കലൈൻ എർത്ത് മെറ്റലാണ്. ആൽക്കലൈൻ എർത്ത് മെറ്റലിൻ്റെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കാൽസ്യം ഓക്സൈഡ് CaO, കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaOH2, കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം സൾഫേറ്റ്, സിമെൻറ്റ്. അന്നേരം നമുക്ക് ഈ കോമ്പൗണ്ട്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഏതൊക്കെ കോമ്പൗണ്ട്സ് ആണ് കാൽസ്യത്തിൻ്റെ കോമ്പൗണ്ട്സ് ഇതുള്ളത്? സിമെൻറ്റ്, കാൽസ്യം സൾഫേറ്റ്, കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്. ഓക്കെ, ഇതാണ് ഈ പൊടി കണ്ടോ, ഇതാണ് കാൽസ്യം ഓക്സൈഡ്. ഇതിന് ക്വിക്ക് ലൈം എന്ന് പറയും. ക്വിക്ക് ലൈം ഇതിന് ചിലപ്പം നമുക്ക് ചോദിക്കാം. ക്വിക്ക് ലൈം എന്ന് കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിലോട്ട് വേണം അതിൻ്റെ ഫോർമുല കാൽസ്യം ഓക്സൈഡ് CaO. ഓക്കെ, commonly known as quicklime or burned lime. It is widely used chemical compound. It is a white caustic alkaline nature ആണ്, basic nature ആണ്, crystalline solid at room temperature. Calcium oxide is a white amorphous solid. It has a melting point of 2870 Kelvin ആണ് ഇതിന്റെ melting point. On exposure to atmosphere, it absorbs moisture and carbon dioxide. ഇത് അബ്സോർബ് ചെയ്യുന്നു, മോയ്സ്ചറിന് ഈർപ്പത്തെ അത് അബ്സോർബ് ചെയ്യുന്നു കാൽസ്യം ഓക്സൈഡ്. അന്നേരം കാൽസ്യം ഓക്സൈഡിന്റെ വേറൊരു പേരിനാണ് ക്വിക്ക് ലൈം. എങ്ങനെയാണ് ക്വിക്ക് ലൈം നിർമ്മിക്കുന്നത്? കാൽസ്യം കാർബണേറ്റിനെ ചൂടാക്കുക. കാൽസ്യം കാർബണേറ്റ് നല്ലപോലെ ചൂടാക്കുക. വെറും ചൂട് പോരാ, 1070 തൊട്ട് 1270 വരെ വേണം കാൽസ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഈ കാൽസ്യം അതാണ് ഈ കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് പറയുന്നത് ലൈംസ്റ്റോൺ എന്നാണ് പറയുന്നത്. ലൈംസ്റ്റോണിനെ ചൂടാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? കാൽസ്യം ഓക്സൈഡ്, അതായത് ക്വിക്ക് ലൈമും കാർബൺ ഡൈ ഓക്സൈഡും. കാൽസ്യം ഓക്സൈഡിന്റെ ഒരു സ്ട്രക്ചറാണ് ഈ കാൽസ്യം Ca2+ O2- ആയിട്ടാണ് നിൽക്കുന്ന അയോൺസ്. The carbon dioxide is removed as soon as it is produced to enable the reaction to proceed completion.
ഓക്കെ, നമ്മൾ കാൽസ്യത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ് കാൽസ്യം ഓക്സൈഡ് അല്ലേ. ഇനി ഈ കാൽസ്യം ഓക്സൈഡിനകത്തോട് വെള്ളം ചേർത്താലോ? ഇതാണ് കാൽസ്യം ഓക്സൈഡ്, അതിനകത്തോട് വെള്ളം ചേർത്തു. വെള്ളം ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡിനെ സ്ലേക്കഡ് ലൈം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സ്ലേക്കഡ് ലൈം ഉണ്ടാക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്ലേക്കിംഗ് ഓഫ് ലൈം. ഓക്കെ, സ്ലേക്കിംഗ് ഓഫ് ലൈം, ക്യുക്ക് ലൈമാണ് കാൽസ്യം ഓക്സൈഡ്. ആ ക്യുക്ക് ലൈമിനകത്തോട്ട് വെള്ളം ചേർത്തു. വെള്ളം ചേർത്തപ്പോൾ നമുക്ക് കാൽസ്യം CaOH ട്വൈസ് കിട്ടി. ആ CaOH ട്വൈസിനാണ് സ്ലേക്കഡ് ലൈം. നിങ്ങൾ ഓർത്തിരിക്കുക, എന്താണ് സ്ലേക്കഡ് ലൈം? സ്ലേക്കഡ് ലൈം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് പറഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസ്. എങ്ങനെയാണ് സ്ലേക്കഡ് ലൈം ഉണ്ടാക്കുന്നത്? കാൽസ്യം ഓക്സൈഡിനകത്തോട്ട് വെള്ളം ചേർത്താൽ മതി, എന്നിട്ട് സ്ലേക്കിംഗ് ഓഫ് ലൈം ആകുന്നു. ആ പ്രോസസ്സിന് പറഞ്ഞതാണ് സ്ലേക്കിംഗ് ഓഫ് ലൈം. ഇപ്പം നമ്മൾ കണ്ടു ലൈം സ്റ്റോൺ. എന്താണ് ലൈം സ്റ്റോണിൻ്റെ ഫോർമുല? കാൽസ്യം കാർബണേറ്റ്. അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? കാൽസ്യം ഓക്സൈഡ്. കാൽസ്യം ഓക്സൈഡിൻ്റെ വേറെ പേരാണ് ക്യുക്ക് ലൈം. ഇനി വെള്ളം ചേർക്കുമ്പോൾ എന്താ കിട്ടുന്നത്? സ്ലേക്കഡ് ലൈം. സ്ലേക്കഡ് ലൈം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഫോർമുല CaOH ട്വൈസ്. ഇനി ഈ സ്ലേക്കഡ് ലൈമിനെ കാർബണേറ്റ് ചെയ്യുകയാണെങ്കിൽ, കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് എന്തായി മാറുന്നു? കാൽസ്യം കാർബണേറ്റ് ആകുന്നു. ഓക്കെ, കാൽസ്യം കാർബണേറ്റ്. കാർബണേറ്റ് ചെയ്യുമ്പോൾ സ്ലേക്കഡ് ലൈം കാൽസ്യം കാർബണേറ്റ്. ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. എന്നിട്ട് നമ്മുടെ ഇതെല്ലാം കാൽസ്യത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ഇതെല്ലാം ഓർത്തിരിക്കുക. കാൽസ്യം ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ കാൽസ്യം കാർബണേറ്റ് ഉണ്ടാകുന്നു. ഈ കാൽസ്യം കാർബണേറ്റിന് ചൂടാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും. ഇതിനെ രണ്ടിനും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിരിച്ചെന്ത് കിട്ടുന്നു? കാൽസ്യം കാർബണേറ്റ് കിട്ടുന്നു. അതുപോലെ കാൽസ്യം ഓക്സൈഡ് SiO2 ആയിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ CaSiO3 ഉണ്ടാകും. CaSiO3 ഇത് നമ്മളിവിടെ കാണുന്ന മെറ്റലർജിക്കകത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അയണിൻ്റെയൊക്കെ പ്രിപ്പറേഷനകത്ത്, ബ്ലാസ്റ്റ് ഫർണസിനകത്ത് സ്ലാഗും ഇതൊക്കെ ഗ്യാങ്ങും ഒക്കെ ആയിട്ട് എടുക്കുന്നതാണ് ഈ സാധനങ്ങൾ. അതിനത് ഓർത്തിരിക്കുക. അതുപോലെ CaO+P4O10 Ca3PO4 ട്വൈസ് എന്നായി മാറുന്നു. അതിന് ഫോസ്ഫറസിൻ്റെ സിലിക്കൻ്റെയൊക്കെ കോമ്പൗണ്ട്സുമായിട്ട് കാൽസ്യം ഓക്സൈഡ് മിക്സ് ചെയ്യുന്നു. ഈ കാൽസ്യം ഓക്സൈഡിൻ്റെ സവിശേഷതകളും അതിൻ്റെ യൂസസും പറയുകയാണെങ്കിൽ, ക്യുക്ക് ലൈം എന്നാണ് കാൽസ്യം ഓക്സൈഡിനെ പറയുന്നത്. പ്രൊഡ്യൂസ്ഡ് വെൻ കാൽസ്യം കാർബണേറ്റ് ഈസ് ഹീറ്റഡ്, ഡു നോട്ട് ബ്രേക്ക് ഡൗൺ വെൻ ഹീറ്റഡ്. കാൽസ്യം ഓക്സൈഡ് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വളരെ പാടാണ്. ഡു നോട്ട് ബ്രേക്ക് ഡൗൺ. dissolves in water to form calcium hydroxide, turns red litmus blue. Turns red litmus blue ആക്കുന്നു. Basic character. It is important primary material for manufacturing cement and is the cheapest form of alkali. It is used in the manufacture of sodium carbonate such as caustic soda. അങ്ങനെ പലതിനും ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ യൂസസ്: പ്രിപ്പയർ സ്ലേക്കഡ് ലൈം. എന്താണ് സ്ലേക്കഡ് ലൈം? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അതുപോലെ മേക്ക് കാൽസ്യം കാർബണേറ്റ് ആസ് ഡ്രൈയിങ് ഏജൻറ്റ്, ഇതായിട്ടെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു. കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എങ്ങനെ ഉണ്ടാക്കിയത്? നമ്മൾ കാൽസ്യം ഓക്സൈഡിനകത്ത് വെള്ളം ഒഴിച്ചു അല്ലേ, അതിന് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടായി. സ്ലേക്കഡ് ലൈം. കാൽസ്യം ഹൈഡ്രോക്സൈഡ് is called as slaked lime. Traditionally അതിനെ വിളിക്കുന്നതാണ് slaked lime. It is an inorganic compound with the chemical formula CaOH twice. Calcium hydroxide ആണ് നമ്മുടെ പൗഡറുകൾ, വിവിധ ഫോമുകളാണ് നമ്മളിവിടെ കാണുന്നത്. It is a colorless crystal or white powder and is produced when quicklime is mixed or slaked with water. അന്നേരം കാൽസ്യം ഓക്സൈഡിനകത്ത് വെറുതെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? കാൽസ്യം ഹൈഡ്രോക്സൈഡ് കിട്ടുന്നു. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന പേരാണ് slaked lime. ഫോർമുല CaOH twice. Calcium hydroxide is prepared by adding water to quicklime. It is a white amorphous powder. It is sparingly soluble in water. The aqueous solution is known as lime water. Lime juice എന്ന് കേട്ടിട്ടുണ്ടല്ലോ. എന്താ ലൈം ജ്യൂസ്? ലൈം ജ്യൂസ് എന്ന് പറഞ്ഞാൽ നാരങ്ങ വെള്ളം. ഇതാണ് ലൈം വാട്ടർ. പ്രത്യേകം മാറിപ്പോയത് ലൈം വാട്ടറും ലൈം ജ്യൂസും. നമ്മൾ കെമിസ്ട്രി സ്റ്റുഡൻസ് ആകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് ലൈം വാട്ടർ. The aqueous solution of calcium hydroxide is known as a lime water. And a suspension of slaked lime in water is known as milk of lime. The aqueous solution is known as lime water and a suspension of slaked lime in water is known as milk of lime. Okay. When carbon dioxide is passed through lime water, it turns milky. കാൽസ്യം ഹൈഡ്രോക്സൈഡിനകത്തോട് കാർബൺ ഡയോക്സൈഡ് കടത്തി വിടുവാണെങ്കിൽ ഇത് ഒരു ചുണ്ണാമ്പ് കളർ, ചുണ്ണാമ്പിൻ്റെ കളർ തന്നെ വെള്ള കളർ അല്ലേ ഉണ്ടാകും. അതിന് കാരണം എന്നാണ്? അവിടെ കാൽസ്യം കാർബണേറ്റ് ഉണ്ടാകുന്നതുകൊണ്ടാണ് വെള്ള കളർ ഉണ്ടാകുന്നത്. ലൈം വാട്ടർ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ടേൺസ് മിൽക്കി ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ്. ചിലപ്പോൾ നമുക്ക് ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കാം കാൽസ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ് ഗീവ്സ് ഡാഷ്. എന്നാൽ എന്താണ് ഡാഷ്? പ്രൊഡക്റ്റ് തന്നെയാണ് കാൽസ്യം കാർബണേറ്റ്. ഓൺ പാസിംഗ് എക്സസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ദ precipitate dissolved to form calcium hydrogen carbonate. ഇനി എക്സസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ് കാൽസ്യം കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പാസ് ചെയ്യുമ്പോൾ കാൽസ്യം കാർബണേറ്റും കാർബൺ ഡയോക്സൈഡും ഒക്കെ റിയാക്ട് ചെയ്ത് കാൽസ്യം ബൈകാർബണേറ്റ് ആയി മാറുന്നു.
അതാണ് കാൽസ്യം ഹൈഡ്രജൻ കാർബണേറ്റ്. ഇനി അടുത്ത കാൽസ്യത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോമ്പൗണ്ടാണ് ബ്ലീച്ചിങ് പൗഡർ. ഇപ്പം നമ്മൾ ഏതൊക്കെ പഠിച്ചു? കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലേ. ഇനി അടുത്താണ് ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡർ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. ബ്ലീച്ച് നമ്മൾ പല വൃത്തിയാക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, പരിസരങ്ങളിലൊക്കെ ബ്ലീച്ചിങ് പൗഡർ. എന്താണ് ബ്ലീച്ചിങ് പൗഡർ? മിൽക്ക് ഓഫ് ലൈം. മിൽക്ക് ഓഫ് ലൈം എന്ന് പറയുന്ന പേരാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലേ. പിന്നെ ഞാൻ വേറെ ഒരു പേരും കൂടി ഉണ്ടായിരുന്നല്ലോ, ലൈം വാട്ടർ. അന്നേരം മിൽക്ക് ഓഫ് ലൈം റിയാക്ട് വിത്ത് ക്ലോറിൻ ടു ഫോം ഹൈപ്പോക്ലോറൈറ്റ്, എ കോൺസ്റ്റന്റ് ഓഫ് ബ്ലീച്ചിങ് പൗഡർ. ഇപ്പം നമുക്ക് ഇവിടെ കാണും ബ്ലീച്ചിങ് പൗഡർ CaOCl2. ഈ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗം എന്നാണ്? ഇതൊക്കെ ബ്ലീച്ചിങ് പൗഡറാണ്. കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് ബ്ലീച്ചിങ് പൗഡറാണ്. ഇവിടെ യൂസ്ഡ് ഇൻ പേപ്പർ ഇൻഡസ്ട്രി ടു ബ്ലീച്ച് ദ വുഡ് പൾപ്പ്. ഇത് ബ്ലീച്ചിങ് പൗഡർ വളരെ ഇൻഡസ്ട്രിയൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ വളരെ ഉപയോഗമുള്ളതാണ് ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡർ യൂസ്ഡ് ഇൻ പേപ്പർ ഇൻഡസ്ട്രി ടു ബ്ലീച്ച് ദ വുഡ് പൾപ്പ്. നമുക്ക് പേപ്പറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഈസ് ഓൾസോ കോൾഡ് ലൈം വാട്ടർ. ലൈം വാട്ടർ ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ഫോർ ദ പ്രസൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. അതുപോലെ വി ബ്രീത്ത് ഔട്ട് എ ലോട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇഫ് വി ബ്ലോ ത്രൂ എ സ്ട്രോ ഇൻ ടു ലൈം വാട്ടർ ഇറ്റ് വിൽ ചേഞ്ച് ഫ്രം ക്ലിയർ ടു മിൽക്കി വൈറ്റ്. കാൽസ്യം ഹൈഡ്രോക്സൈഡിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് എന്താ സംഭവിക്കുന്നത്? അവിടെ കാൽസ്യം കാർബണേറ്റ് ഉണ്ടാകുന്നത്. കാൽസ്യം കാർബണേറ്റ് കൊണ്ടാണ് മിൽക്കി വൈറ്റ് ഉണ്ടാകുന്നത്. ദ സബ്സ്റ്റൻസ് ഫോംഡ് ഇൻ ദിസ് റിയാക്ഷൻ ഇസ് ഇൻസോൾബിൾ കാൽസ്യം കാർബണേറ്റ്. ഓക്കെ, ഇവിടെ ലൈംസ്റ്റോൺ കാണുന്നത്. ലൈംസ്റ്റോൺ ചുണ്ണാമ്പ് കല്ല്. ചുണ്ണാമ്പ് കല്ല് എന്താണ്? ചുണ്ണാമ്പ് കല്ലിൻ്റെ കെമിക്കൽ ഫോർമുല CaCO3, കാൽസ്യം കാർബണേറ്റ്. അപ്പം നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കുന്നത്? ക്വിക്ക് ലൈം, സ്ലേക്കഡ് ലൈം അല്ലേ. അതുപോലെ ലൈംസ്റ്റോൺ എന്ന് പറയുമ്പോൾ ചുണ്ണാമ്പ് കല്ല്, കാൽസ്യം കാർബണേറ്റ്. ലൈംസ്റ്റോൺ is a carbonate sedimentary rock that is often composed of the skeletal fragments of marine organisms such as molluscs. Its major material are the minerals calcite and argonite, which are different crystal forms of calcium carbonate. ചില സ്ഥലങ്ങളിൽ വിദേശ രാജ്യങ്ങളിലേക്ക് കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ ലൈംസ്റ്റോൺ ഇത് വെച്ചൊക്കെയാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ലൈംസ്റ്റോൺ, കാൽസ്യം കാർബണേറ്റ്. Calcium carbonate occurs in nature in several forms like limestone, chalk, marble, etc. It can be prepared by passing carbon dioxide through slaked lime. കാൽസ്യം ഹൈഡ്രോക്സൈഡിനകത്തോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തി വിടുമ്പോൾ നമുക്ക് കാൽസ്യം കാർബണേറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ബൈ ദ അഡീഷൻ ഓഫ് സോഡിയം കാർബണേറ്റ് ടു കാൽസ്യം ക്ലോറൈഡ്. ഇനി കാൽസ്യം ക്ലോറൈഡിനകത്തോട്ട് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്താലും കാൽസ്യം കാർബണേറ്റ് നമുക്ക് കിട്ടും. കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്ന പേരാണ് ചുണ്ണാമ്പ് കല്ല് അല്ലെങ്കിൽ കാൽസ്യം ലൈംസ്റ്റോൺ. ഓക്കെ, ലൈംസ്റ്റോൺ. കാൽസ്യം കാർബണേറ്റിന് 1200 കെൽവിനകത്ത് ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും. ഇപ്പം നമുക്ക് കാൽസ്യം ഓക്സൈഡിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡാണ് കാൽസ്യം കാർബണേറ്റ് ചൂടാക്കുന്നത്. ഇത് റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് ആസിഡ് ടു ലിബറേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ്. ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ കാൽസ്യം കാർബണേറ്റ് HCl റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് കാൽസ്യം ക്ലോറൈഡ് പ്ലസ് H2O പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ ലിബറേറ്റ് ചെയ്ത് പോകുന്നു. നമ്മൾ സോഡാ കുപ്പിയൊക്കെ തുറക്കുമ്പം ബബിൾസ് പോണ പോലെ ഇവിടെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് പോകണ കാണാൻ പറ്റും. കാൽസ്യം കാർബണേറ്റ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റാണ് കാൽസ്യം സൾഫേറ്റ് H2O പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. എന്താണ് ലൈംസ്റ്റോണിൻ്റെ കാൽസ്യം കാർബണേറ്റിൻ്റെ ഉപയോഗങ്ങൾ? പല ഉപയോഗങ്ങളാണുള്ളത്. ടൂത്ത് പേസ്റ്റ് നിർമ്മാണം, ഗ്ലാസ് നിർമ്മാണം, സിമെൻറ്റ് നിർമ്മാണം, ഇതിനൊക്കെ നമ്മുടെ ലൈംസ്റ്റോൺ വേണം. ലൈംസ്റ്റോൺ ഈസ് യൂസ്ഡ് ആസ് എ ബിൽഡിംഗ് മെറ്റീരിയൽ ഇൻ ദ ഫോം ഓഫ് മാർബിൾ. ബിൽഡിംഗ് മെറ്റീരിയൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഫോറിനിലൊക്കെ പിന്നെ ഈ കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ ലൈംസ്റ്റോൺ വെച്ചാണ് വീടുകൾ പണിയുന്നത്. എല്ലാം ഒരുപോലെ ഇരിക്കും. അവിടുത്തെ വീടുകളൊക്കെ കണ്ടാൽ തേക്കൊന്നുമില്ല. And in the manufacture of quicklime, calcium carbonate along with the magnesium carbonate is used as a flux in the extraction of metals such as iron. Specially precipitated calcium carbonate is extensively used in the manufacture of high quality paper. It also used as an antacid, mild abrasive in toothpaste. അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അടുത്താണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കാൽസ്യത്തിൻ്റെ ഒരു കോമ്പൗണ്ടാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. നമുക്കറിയാം പല കാര്യങ്ങൾക്ക് വേണ്ടി പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കുന്നു. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ക്വിക്ക് സെറ്റിംഗ് ജിപ്സം പ്ലാസ്റ്റർ കൺസിസ്റ്റിംഗ് ഓഫ് എ ഫൈൻ വൈറ്റ് പൗഡർ വിച്ച് ഹാർഡൻ വെൻ മോയിസ്റ്റൻ ആൻഡ് അലൗഡ് ടു ഡ്രൈ. നോൺ സിൻസ് ഏൻഷ്യൻ ടൈം, പുരാതന കാലം തൊട്ടേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കറിയാം റോമിലുമൊക്കെയുള്ള പ്രതിമകളൊക്കെ അല്ലേ, ധാരാളം പ്രതിമകളുണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ആണിത്.
Plaster of Paris is so called because of its preparation from the abundant gypsum found near Paris. അന്നേരം എന്തുകൊണ്ടാണ് ഈ പാരീസ് എന്ന് പേര് വന്നത്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് പേര് വന്നത് കാരണം ബിക്കോസ് ഓഫ് ഇറ്റ്സ് പ്രിപ്പറേഷൻ ഫ്രം ദ അബണ്ടന്റ് ജിപ്സം ഫൗണ്ട് നിയർ പാരീസ്. പാരീസിലാണ് അതിൻ്റെ ജിപ്സം ഒക്കെ കണ്ടത്, അതുകൊണ്ടാണ് അതിന് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പേര് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പം പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഫോർമുല തീർച്ചയായിട്ടും പഠിക്കണം. എന്താണ് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഫോർമുല? കാൽസ്യം സൾഫേറ്റ്, കാൽസ്യത്തിൻ്റെ കോമ്പൗണ്ടാണ്, സൾഫേറ്റുമായിട്ടാണ്. കാൽസ്യം സൾഫേറ്റ് ½ ഓർത്തിരിക്കുക. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞാൽ കാൽസ്യം സൾഫേറ്റ് ½ ആണ്. It was a hemihydrate of calcium sulfate. It is obtained when gypsum. Gypsum എന്ന് പറഞ്ഞാൽ കാൽസ്യം സൾഫേറ്റ് 2H2 ആണ്. ഈ കാൽസ്യം സൾഫേറ്റ് ജിപ്സത്തെ ചൂടാക്കുകയാണ്. എത്ര കെൽവിനാണ്? 393 കെൽവിനകത്ത് ചൂടാക്കുമ്പോൾ ഈ ജിപ്സം എന്ന് പറഞ്ഞാൽ കാൽസ്യം സൾഫേറ്റ് 2H2O എന്തായി മാറുന്നു? കാൽസ്യം സൾഫേറ്റ് ½ ആയിട്ട് മാറുന്നു. ജിപ്സം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയിട്ട് മാറുന്നു 393 കെൽവിനകത്ത് ചൂടാകുമ്പോൾ. Above 393 Kelvin, no water of crystallization is left and anhydrous calcium sulfate is formed. This is known as dead burned plaster. Dead burned plaster എന്ന് പറഞ്ഞാൽ വേറൊരു ഫോമാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ചേട്ടൻ എന്ന് പറയാം. നമുക്ക് ചൂടാക്കുക. ആരെയാണ് ചൂടാക്കുന്നത്? ജിപ്സത്തെ ചൂടാക്കുക. ജിപ്സത്തിനകത്ത് എല്ലായിടത്തും കാൽസ്യം സൾഫേറ്റ് ഉള്ളത്. ഈ കാൽസ്യം സൾഫേറ്റ് 2H2O എന്ന് പറയുന്നത് ജിപ്സം. അതിനെ ചൂടാക്കിയിട്ട് H2 അങ്ങ് പോകുമ്പോൾ 1.5 H2O പോകുമ്പോൾ കാൽസ്യം സൾഫേറ്റ് ½ എന്നാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പിന്നെയും ചൂടാക്കുക. ചൂടാക്കുന്നതിന് ടെമ്പറേച്ചർ 393 കെൽവിനിൽ കൂടുതലാവുകയാണെങ്കിൽ ഈ ½ അതിൻ്റെ പാട്ടിന് പോകും. എന്നിട്ട് എന്തുണ്ടാവുന്നത്? കാൽസ്യം സൾഫേറ്റ് മാത്രമാവുന്നു. കാൽസ്യം സൾഫേറ്റ്. ഈ കാൽസ്യം സൾഫേറ്റിന് പറയുന്ന പേരാണ് ഡെഡ് ബേൺഡ് സൾഫർ. ഓക്കെ, ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ. നമ്മൾ 3 പുതിയ ടേംസ് ആണ് പഠിക്കുന്നത്. ജിപ്സത്തെ ചൂടാക്കുമ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ചൂടാക്കുമ്പോൾ എന്താ കിട്ടുന്നത്? ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ. അന്നേരം പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഫോർമുല എന്താണ്? CaSO4 ½ എന്താണ് ജിപ്സത്തിന്റെ ഫോർമുല? CaSO4 2H2O. എന്താണ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്ന് പറഞ്ഞാൽ? കാൽസ്യം സൾഫേറ്റ് ഓൺലി. ഓക്കെ, കാൽസ്യം സൾഫേറ്റ് ഓൺലി. ഇനി പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഉപയോഗങ്ങളൊക്കെ നമുക്ക് നോക്കിയാലോ. എന്താണിത്? നമുക്ക് കൈയൊക്കെ ഒടിയുമ്പോൾ പ്ലാസ്റ്റർ ഇടുക, അതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. എളുപ്പമാണ്. പിന്നെ ഇഷ്ടംപോലെ പ്രതിമകളൊക്കെ ഉണ്ടാക്കുന്നു പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ അല്ലേ. ദ ലാർജസ്റ്റ് യൂസ് ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇസ് ഇൻ ദ ബിൽഡിംഗ് ഇൻഡസ്ട്രി ആസ് വെൽ ആസ് പ്ലാസ്റ്റേഴ്സ്. പ്ലാസ്റ്റർ ഇടുക. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇമ്മൊബിലൈസിംഗ് ദ എഫക്റ്റഡ് പാർട്ട് ഓഫ് ഓർഗൻ വേർ ദർ ഇസ് എ ബോൺ ഫ്രാക്ചർ ഓർ സ്ട്രെയിൻ. അത് അനക്കാതിരുന്നോളും ഒരു ഫ്രാക്ചറൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ. ഇറ്റ് ഈസ് ഓൾസോ എംപ്ലോയ്ഡ് ഇൻ ഡെന്റിസ്ട്രി, അതായത് പല്ല് നിർമ്മാണത്തിലൊക്കെ, ഇൻ ഓർണമെന്റൽ വർക്ക് ആൻഡ് ഫോർ മേക്കിംഗ് കാസ്റ്റ് ഓഫ് സ്റ്റാച്യൂസ്. അടുത്താണ് കാൽസ്യത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് സിമെന്റ്. സിമെന്റ് എന്ന് പറഞ്ഞാൽ ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ബിൽഡിംഗ് മെറ്റീരിയൽ. ഇറ്റ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇംഗ്ലണ്ട് ഇൻ 1824 ബൈ ജോസഫ് ആസ്ബ്രിൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പോർട്ട്ലാൻഡ് സിമെന്റ്. ഈ സിമെന്റിന് പറയുന്ന വേറൊരു പേരാണ് പോർട്ട്ലാൻഡ് സിമെന്റ്. എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് ഇറ്റ് റീസംബിൾ വിത്ത് ദ നാച്ചുറൽ ലൈംസ്റ്റോൺ കോറൈഡ് ഇൻ ദ ഇസൽ ഓഫ് പോർട്ട്ലാൻഡ് ഇംഗ്ലണ്ട്. പോർട്ട്ലാൻഡ് ഇംഗ്ലണ്ടിൽ കാണപ്പെടുന്ന സിമെന്റിന്റെ ഇതാണ് പോർട്ട്ലാൻഡ് സിമെന്റ് എന്നുള്ള റിസംബിളൻസ് വന്നിരിക്കുന്നു. ലൈംസ്റ്റോണുമായിട്ടുള്ള ഇതുകൊണ്ടാണ് പേര് വന്നത്. ഇവിടെ എന്താണ് സിമെന്റിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഉപയോഗം? എ സിമെന്റ് ഇസ് എ ബൈൻഡ് ചെയ്യുന്നു. എ സബ്സ്റ്റൻസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ദാറ്റ് സെറ്റ്സ് ഹാർഡ്നെസ് ആൻഡ് adheres to the other materials to bind them together. Cement is a seldom used on its own but rather to bind sand and gravel together. എല്ലാത്തിലും ഒരുമിച്ച് നിർത്തുന്ന സിമെന്റ്. അപ്പം സിമെന്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ മാത്രം വെച്ച് നിർമ്മിച്ചിരിക്കുന്നതല്ല. സിമെന്റ് മഗ്നീഷ്യ, അലൂമിനിയം, സിലിക്ക, ലൈം, ആൽക്കലൈൻ, സൾഫർ ട്രയോക്സൈഡ്, കാൽസ്യം സൾഫേറ്റ്, നമ്മുടെ കാൽസ്യത്തിൻ്റെ കോമ്പൗണ്ടാണ് സിമെന്റ് എന്ന് പറഞ്ഞു, അയൺ ഓക്സൈഡ്, ഇത്രയും പലതരത്തിലുള്ള മെറ്റീരിയൽസ് എല്ലാം കൂടെ കൂടി ചേർന്നാണ് സിമെന്റ് എന്ന് പറയുന്നത്. ഇതിന് സിമെന്റ് ചില്ലറക്കാരനൊന്നുമല്ല. സിമെന്റിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലൈം, കാൽസ്യം ഓക്സൈഡ് പെർസെൻറ്റേജ് 62%, സിലിക്ക SiO2 22%, സിമെന്റിനകത്തുണ്ട് അലൂമിന 5%, കാൽസ്യം സൾഫേറ്റ് 4%, അയൺ ഓക്സൈഡ് 3%, മഗ്നീഷ്യ 1% സൾഫർ. അങ്ങനെ പല പെർസെൻറ്റേജ് എല്ലാം കൂടെ 100 ആകുകയാണ്. ഇതിനകത്ത് എന്തുമാത്രം മെറ്റീരിയൽസ് ആണുള്ളത് അല്ലേ. എല്ലാത്തിൻ്റെയും കൂടെ മിശ്രിതമാണ് സിമെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എത്ര വലിയ ശക്തമായിട്ടുള്ള ബിൽഡിങ്സ് സിമെന്റ് കൊണ്ട് പണിതിരിക്കുന്നു, ഉറപ്പിച്ചിരിക്കുന്നു അല്ലേ. ഇനി ഈ സിമെന്റിന്റെ സെറ്റിങ്,
അതായത് നമുക്കറിയാം സിമെൻറ്റ് പൊടി എടുത്ത് അത് കുഴച്ച് വെള്ളം ഒഴിച്ച് ചേർത്താണ് നമ്മൾ സിമെൻ്റ് ആക്കി ഉപയോഗിക്കുന്നത്. Setting of cement. When mixed with water, the setting of cement takes place to give a hard mass. This is due to the hydration of the molecule of the constituent and their rearrangement. The purpose of adding gypsum is only to slow down the process of setting of cement so that it gets sufficiently hardened. അതായത് പെട്ടെന്ന് സെറ്റാകാതിരിക്കാൻ വേണ്ടി അത് ഇച്ചിരി സ്ലോ ആകണം. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു ഉടനെ പാറക്കട്ട് പോലെ പോയാൽ സിമെൻറ്റ് കട്ടയായി പോയാൽ എന്നാ ചെയ്യും? നമുക്ക് അത് ഉപയോഗിക്കണ്ടേ? അതിനുവേണ്ടി ഒരു ജിപ്സം എന്ന് പറയുന്ന ആ പൗഡർ ഉപയോഗിക്കുക. ജിപ്സം പൗഡർ, ഇപ്പം നമ്മൾ ഇവിടെ കാണുന്ന ജിപ്സം പൗഡറാണ് സിമെൻറ്റിനകത്ത് ചേർക്കുന്നു. അന്നേരം അത് ചിലപ്പം ചോദിക്കുക എന്തുകൊണ്ടാണ് ജിപ്സം ചേർക്കുന്നത്? നമ്മൾ പറയണം ദ പർപ്പസ് ഓഫ് ആഡിങ് ജിപ്സം ഈസ് ടു സ്ലോ ഡൗൺ ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് ഓഫ് ദ സിമെൻറ്റ്. ഓക്കെ, സെറ്റിംഗ് ഓഫ് ദ സിമെൻറ്റിനെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കലിൻ്റെ പേരാണ് ജിപ്സം പൗഡർ. യൂസസ് ഓഫ് സിമെൻറ്റ്. സിമെൻറ്റ് ഹാസ് ബിക്കം എ നമുക്ക് വളരെ നമ്മുടെ ഇൻഡസ്ട്രിയൽ പരമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനി കൺട്രി നെക്സ്റ്റ് ടു അയൺ ആൻഡ് സ്റ്റീൽ. അയൺ ആൻഡ് സ്റ്റീൽ കഴിഞ്ഞിട്ടുള്ള അടുത്ത ഉപയോഗം സിമെൻറ്റിനാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കോൺക്രീറ്റ് ആൻഡ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, ഇൻ പ്ലാസ്റ്ററിംഗ് ആൻഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജസ്, ഡാംസ് ആൻഡ് ബിൽഡിങ്സ്. നമുക്ക് സിമെൻറ്റ് ഇല്ലാത്തൊരു കാര്യം ആലോചിക്കാനേ മേലെ നമ്മുടെ ഈ മോഡേൺ യുഗത്തിൽ. മെയിൻ യൂസ് ഇൻ ദ ഫാബ്രിക്കേഷൻ ഓഫ് കോൺക്രീറ്റ് ആൻഡ് മോട്ടേഴ്സ്. വളരെ ഉപയോഗങ്ങൾ ബിൽഡിങ്, ട്രാൻസ്പോർട്ട്, അതായത് റോഡ് വേ, പാത്ത് വേ, ക്രോസിംഗ് ഇതെല്ലാം നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് ഇത് വേണം, സിമെൻറ്റ് വേണം. വാട്ടർ പൈപ്സ്, ഡ്രെയിൻസ്, കനാൽസ്, ഡാംസ് എല്ലാം വേണം. അതുപോലെ സിവിൽ ഡോക്സ്, റിട്ടൈനിങ് വാൾസ്, അങ്ങനെയുള്ള പല കാര്യം, അഗ്രികൾച്ചർ, ബിൽഡിംഗ്, പ്രോസസ്സിംഗ്, ഹൗസിംഗ്, എല്ലാ കാര്യത്തിനകത്തും നമുക്ക് എന്ത് വേണം? സിമെൻറ്റിൻ്റെ ഉപയോഗമുണ്ട്. അതിന് സിമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇതെല്ലാം കാൽസ്യത്തിൻ്റെ കോമ്പൗണ്ട്സ് ആണെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനകത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനകത്ത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് നമ്മുടെ ശരീരത്തുമുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആൽക്കലി മെറ്റൽസിനകത്ത് രണ്ടെണ്ണത്തിനെ പറ്റി പഠിച്ചാൽ അത് ഏതൊക്കെയായിരുന്നു? സോഡിയവും പൊട്ടാസ്യം അല്ലേ. ഇവിടെ നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനകത്ത് രണ്ട് കോമ്പൗണ്ട്സ് ആണ്, മഗ്നീഷ്യം, കാൽസ്യം. ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് മഗ്നീഷ്യം ആൻഡ് കാൽസ്യം. Magnesium and calcium are referred to as macro minerals. This term indicates their higher abundance in the human body system. The body of an adult contains about 25 gram magnesium and 1200 gram calcium. കാൽസ്യം നമുക്ക് എല്ലിനകത്തുണ്ട്, പല്ലിനകത്തുണ്ട് അല്ലേ കാൽസ്യം. അതുപോലെ മഗ്നീഷ്യം 25 ഗ്രാമും 1200 ഗ്രാം കാൽസ്യവും നമ്മുടെ മനുഷ്യ ശരീരത്തിൽ പ്രായപൂർത്തിയായവരുടെ വേണം. അതുപോലെ തന്നെ മഗ്നീഷ്യത്തെ നമുക്ക് വേറെ നല്ല പരിചയമുണ്ട്. എങ്ങനെയാണ്? മഗ്നീഷ്യം ഈസ് എസെൻഷ്യൽ ടു ഓൾ ഓർഗാനിസംസ്. ഇറ്റ് ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ക്ലോറോഫിൽ. ഹരിതകം, നമ്മൾ ക്ലോറോഫിൽ പച്ച നിറം കൊടുക്കുന്ന ഇലയ്ക്കൊക്കെ അല്ലേ, അതിനകത്ത് മെറ്റലാണ് നമ്മുടെ മഗ്നീഷ്യം. ദ ഗ്രീൻ പിഗ്മെന്റ് ഇൻ ദ പ്ലാന്റ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോട്ടോസിന്തസിസ് ഓഫ് റിയാക്ഷൻ. All the enzymes which use ATP in the transfer of phosphate, they require magnesium as a cofactor. The biological function എന്താണ്? Magnesium is an essential component of bone, cartilage and the crystalline exoskeleton. Magnesium is an activator of several key enzyme systems. Enzyme that catalyze the transfer of the terminal phosphate of ATP to sugar or other acceptors. അതുപോലെ through its role in enzyme activation, magnesium, like calcium, stimulate muscles and nerve contraction, is involved in the regulation of intracellular acid-base balance and plays an important role in carbohydrate, protein and lipid metabolism. പലതരത്തിലുള്ള ഉപയോഗങ്ങളാണ് ഇവയ്ക്കുള്ളത്. ബോഡി ഫങ്ഷൻസ്, മഗ്നീഷ്യത്തിൻ്റെ പലതരത്തിലുള്ള ഫങ്ഷൻസ് ആണ്. റെഗുലേറ്റ്സ് കാൽസ്യം, അതായത് സ്ട്രോങ് ബോൺസ് ആൻഡ് ടീത്ത്, കെൽപ്പ് എക്സ്ക്രിയേറ്റ് എക്സസ് കാൽസ്യം. Relaxes skeletal muscle, helps relieve muscle cramping and pain. Energy production, magnesium. അതുപോലെ തന്നെ regulates heart contractility, cleans the bowel, relax smooth muscles. ഇതെല്ലാം നമ്മുടെ മഗ്നീഷ്യത്തിൻ്റെ ബോഡി ഫങ്ഷൻസ് ആണ്. പലതരത്തിലുള്ള ഫങ്ഷൻ ആണ് കേട്ടോ. ഒരു ഹെൽത്തി സെല്ലിനകത്ത് പ്രോപ്പർ മഗ്നീഷ്യം ലെവൽ കീപ്സ് കാൽസ്യം ലെവൽസ് ഇൻ ചെക്ക്. അൺഹെൽത്തി സെല്ല്, ആരോഗ്യം ഇല്ലാത്തൊരു സെല്ലാണെങ്കിൽ മഗ്നീഷ്യം ഡെഫിഷ്യൻസി അലോ ടു മച്ച് കാൽസ്യം ഇൻ ടു സെല്ല്. ഇവിടെ ഇഷ്ടംപോലെ കാൽസ്യം ഉണ്ടാകുന്നു. അത് മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ്. മഗ്നീഷ്യം ഉണ്ടെങ്കിൽ എല്ലാത്തിനും നിലക്ക് നിർത്തും എന്ന് പറഞ്ഞ പോലെ കാൽസ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള അളവുണ്ട്. ആ അളവനുസരിച്ച് പ്രോപ്പർ മഗ്നീഷ്യം ലെവൽ കീപ്സ് കാൽസ്യം ലെവൽസ് ഇൻ ചെക്ക്. മഗ്നീഷ്യം ഡെഫിഷ്യൻസി അലൗസ് ടു മച്ച് കാൽസ്യം ഇൻ ടു സെൽസ്. അന്നേരം എല്ലാം അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ കാൽസ്യം അധികമാകേണ്ട, അതിന് ലിമിറ്റഡ് ആയിട്ടുള്ളത് മതി. അതിന് ലിമിറ്റഡ് ആയിട്ടുള്ളത് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മഗ്നീഷ്യം കറക്റ്റായിട്ട് വേണം. അതിൻ്റെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് കാൽസ്യം.
Calcium is necessary for several physiological processes including neuromuscular transmission, smooth and skeletal muscle contraction, cardiac automaticity, nerve function, cell division and movement and certain oxidative process. കാൽസ്യം ചില്ലറക്കാരനല്ല, ഏറ്റവും ആവശ്യമുള്ളതാണ്. നമുക്ക് 1200 ഗ്രാം വേണം അല്ലേ? അന്നേരം അത് എന്തെല്ലാം പരിപാടികളാണ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഓൾസോ എ കോ ഫാക്ടർ ഫോർ മെനി സ്റ്റെപ്സ് ഡ്യൂറിങ് ബ്ലഡ് കൊയാഗുലേഷൻ. ഇതൊക്കെ ഫിസിയോളജിക്കൽ ഫംഗ്ഷനാണ്. മൾട്ടിപ്പിൾ ബയോളജിക്കൽ ഫംഗ്ഷൻസ് ഓഫ് കാൽസ്യം. കാൽസ്യം along with the phosphorus is essential for the form and development of bones and teeth, required for blood coagulation process, regulate the existability of nerve fibers, essential for muscle contraction. Calcium acts as second messenger in hormonal action, regulates in release of hormones and neurotransmitters, maintain membrane integrity and plasma membrane transport. Biological function of calcium. Total calcium 99% in bone ആണ്. ബോൺ ഫോർമേഷൻ, അതുപോലെ ക്ലോട്ടിങ്, മെറ്റബോളിക് റെഗുലേഷൻ ഫോർ ആക്ഷൻ ഓഫ് ഹോർമോൺസ് ആൻഡ് എൻസൈം ആക്ടിവിറ്റീസ്. പലതരത്തിലുള്ള ബയോളജിക്കൽ ഫംഗ്ഷൻസ് ആണ് കാൽസ്യം. അതായത് നമ്മുടെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനകത്ത് കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയൊക്കെ വിവിധ തരത്തിലുള്ള ഫംഗ്ഷൻസ് നമ്മൾ നമ്മുടെ ബോഡിയിലുണ്ടെന്ന് പഠിച്ചു. ഓക്കെ, അന്നേരം നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. Have a nice day.